അപ്പോൾ നമ്മൾ ഇന്നുള്ളത് പൂവാറുള്ള ഗോഗോലാൻഡിലാണ്. അങ്ങനെ വളരെ സഡനായിട്ട് ഞങ്ങളുടെ സാൻഡ്രോയിഡ് വെല്ലിയിൽ നിന്ന് ചെറിയൊരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചു. ഇത്തരമൊരു ട്രിപ്പ് ആദ്യമായിട്ടായിരുന്നതുകൊണ്ട് തന്നെ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മനസ്സിലായി ഇതെല്ലാത്തിനും വേണ്ടിയുള്ള ഒരു തുടക്കമാണ്. അങ്ങനെ നേരെ റൂമിൽ പോയി ബാഗ് വെച്ചു. ആദ്യം തന്നെ ഈ ആക്ടിവിറ്റി കയറി. തുടക്കത്തിൽ ഒരു ആവശ്യത്തിന് കയറിയെങ്കിലും അത് മുഴുവിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പകുതി വെച്ച് ഞാൻ ഇറങ്ങി. പിന്നീടുള്ള 3 മണിക്കൂർ പൂളിൽ തന്നെയായിരുന്നു. വെള്ളത്തിലായതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, പക്ഷെ അടിപൊളിയായിരുന്നു. 6:30 വരെ പൂൾ അവൈലബിൾ ആയിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചായ കുടിക്കാനായിട്ട് പോയി. നമ്മുടെ റൂമിനടുത്ത് ഇൻഡോർ ഗെയിംസ് ഒക്കെ കളിക്കാൻ പറ്റിയൊരു ഏരിയ ഉണ്ടായിരുന്നു. അവിടെ ഇരുന്നായിരുന്നു ബാക്കി പരിപാടികളൊക്കെ. എന്തൊക്കെ തരം മനുഷ്യരല്ലേ. അവിടുന്ന് കുറച്ച് ഗ്യാപ്പ് എടുത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അത് കഴിഞ്ഞ് നേരെ അതേ സ്ഥലത്തേക്ക് തന്നെ വന്നു. ചേച്ചിയുടെ ഡാൻസ് തുടങ്ങി. പിന്നെ അങ്ങോട്ട് ആഘോഷം തന്നെയായിരുന്നു. ആ രാത്രി പൊടി പിടിച്ചു. അങ്ങനെ പിറ്റേ ദിവസത്തെ സുപ്രഭാതമായി. 8:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ സൈക്കിളിൽ കയറി. അത് കഴിഞ്ഞിട്ട് ബുള്ളിൽ കയറി, വിച്ച് വാസ് വെരി ഫൺ. 1 2 3 4. അങ്ങനെ അവിടെ നേരെ ആർച്ചറി ആയി. 1 2 3 4 5 6. അത് കഴിഞ്ഞ് അവിടുത്തെ ഒരു മെയിൻ സാധനത്തിൽ കയറി. അങ്ങനെ അവിടുത്തെ തലകറൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്ത് നേരെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോയി. ആ പഴയ ഏരിയ ഇരുന്ന് തന്നെ ക്യാരം ബോർഡ് കളിച്ചു. അതിനുശേഷം റീൽ എടുത്തു. എല്ലാവരും ഉള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ കൂടെ എടുത്തിട്ട് അവിടുന്ന് പതിയെ മടങ്ങി. ഉച്ചയോടുകൂടി നമ്മൾ ഇറങ്ങിയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നന്നായിട്ട് വിശപ്പുണ്ടായിരുന്നു. അതിപ്പോ ഒരു ബോട്ടിൽ കയറിയിട്ടാണ് ഞങ്ങൾ ഗോകുലാൻഡിൽ എത്തിയത്. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്ന വഴി തന്നെയുള്ള സൈൻ റെസ്റ്റോറൻറ്റിൽ കയറി. നല്ല ക്ലൈമറ്റും കിടിലൻ ആംബിയൻസും അടിപൊളി ഫുഡും. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടായിരുന്നു പിരിഞ്ഞത്. സോ ഹോൾ ഫാമിലി ആയിട്ട് ഒറ്റ തവണയെങ്കിലും പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.